ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ പേരുള്ളൊരു സ്ഥലമാണ്. എനിക്കൊരു വ്യത്യസ്തത തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അണ്ടത്തോട് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുത്തെ വർക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്താ പറഞ്ഞാൽ, ഇവിടുത്തെ ഒരു അണ്ടർപാസ് ഉണ്ട് വരുന്നത് കുറച്ച് മുന്നിൽ. അതിന് വേണ്ടിയുള്ള വർക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്ലാബ് നമ്മൾ മുമ്പ് പറഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലുള്ള ഒരു സ്ലാബാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് വർക്ക് നടക്കുന്ന തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളുമായി നമുക്ക് തുടങ്ങാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് വന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ സ്ലാബിൻ്റെ ഈ രീതി. ഇങ്ങനെ ഒരു മരത്തിൻ്റെ കട്ടൊക്കെ വെച്ചിട്ടാണ് ഇത് ഉറപ്പിക്കേണ്ടത്. എന്തൊക്കെയാണ് ഒരു പിടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇത്തരത്തിലുള്ളൊരു അണ്ടർപാസ്സാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ അണ്ടർപാസ് പില്ലറിലാണ് നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടുത്തെ എന്താണെന്നറിയില്ല. ഇവിടെയൊക്കെ പറഞ്ഞാൽ മണൽ പ്രദേശം ആയതുകൊണ്ടായിരിക്കാം. മണൽ പ്രദേശം ആയതുകൊണ്ട് കുറച്ച് താഴ്ത്തി കൊണ്ടുപോയിട്ടുള്ള പില്ലർ വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് തുടങ്ങിയിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഈ അപ്രോച്ച് റോഡിൻ്റെ ഇവിടെ എന്തോ ഒരു തരത്തിലുള്ള സ്ലാബ് ഉണ്ടാക്കി വെച്ചത് കാണാം. എന്തിനാണ് എവിടേക്ക് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ഈ പാലത്തിൻ്റെ ചോട്ടിൽ ഇതേപോലെ ഉണ്ടാക്കി വെച്ചത് കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഉള്ള കാഴ്ച. നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം അവിടെയൊക്കെ എന്തൊക്കെയാണ് വർക്ക് നടന്നിട്ടുള്ളതെന്ന്. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന ഭാഗം. ബാക്കി രണ്ട് സൈഡിലും വാൾ കെട്ടിയിട്ട് കാണാം. പഴയ റോട്ടിൽ കൂടെ തന്നെയാണ് വണ്ടിയൊക്കെ പോകുന്നത്. അതുപോലെ ഒരു സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ ഇവിടെയുള്ള കാഴ്ച. നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. ഇത് ശരിക്ക് തൃശ്ശൂർ റീച്ചിൽപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ മുന്നോട്ട് പോയി നോക്കാം നമുക്ക്. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇതൊരു ബൈപ്പാസാണ്. ഇവിടുന്ന് കാണുന്നത് ഈ ബൈപ്പാസിലൂടെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. വന്നപ്പോൾ നോക്കുമ്പോൾ കാണുന്ന ഇവിടെ ഒരു അടിപൊളി 3-4 വീട് 5 വീടുകൾ കണ്ടില്ലേ. നല്ല അടിപൊളിയായിട്ട് ഈ ബൈപ്പാസിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർക്ക് വീടായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന്. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെയൊക്കെ പറഞ്ഞാൽ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇതേപോലെയുള്ള ബാരിക്കേഡിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. അതിന് വേണ്ടിയുള്ള പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബാരിക്കേഡാണ് ഇവിടെ നിർമ്മിക്കേണ്ടത്. അതിന് ഒരുപാട് വർക്കേഴ്സ് ഇവിടെ വർക്ക് എടുക്കുന്നത് കാണാം. കുറച്ച് ഭാഗത്ത് മാത്രമേ കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്ക് കഴിയാത്തുള്ളൂ. ബാക്കി കിലോമീറ്ററോളം അവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ഭാഗത്തുള്ള കാഴ്ച. അപ്പോൾ നമുക്ക് ഈ ബൈപ്പാസിലൂടെ അങ്ങനെ പോയി നോക്കാം. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല, പോയി നോക്കാം. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതന്നെയാണ്, മാറ്റമൊന്നുമില്ല ഇവിടുത്തെ കാഴ്ച. ഈ ഭാഗത്തിൻ്റെ പേര് മന്നലാംകുന്ന് എന്നാണ്. ഈ
ബൈപ്പാസ് അധികം നീളമൊന്നുമില്ല, ചെറിയൊരു ബൈപ്പാസാണ്. ഇതാണ് ഇവിടുത്തെ ഈ ലൈറ്റിൻ്റെ പൈപ്പ് കണ്ടോ, ലൈറ്റിന് വെച്ചിട്ടുള്ള പൈപ്പ് ഇതാണ്. ഇങ്ങനത്തെ ഒരു പൈപ്പ് ഇട്ടിട്ടാണ് ലൈറ്റിന് വയറും ഒക്കെ വലിക്കൽ ഇതിൽ. അതിന് വേണ്ടിയാണ് ഈ പൈപ്പ് ഇട്ടുകൊണ്ട്. ഇതൊരു ചെറിയ ബൈപ്പാസാണ്, അധികം ദൂരമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ആദ്യം കണ്ടപ്പോൾ വലുതാണെന്ന്, പക്ഷേ ഇത് വളരെ ചെറുതാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമൻറ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളും അതുപോലെ കമൻറ്റുകളൊക്കെ എഴുതി അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് കുഞ്ഞിപ്പള്ളി മന്ദലംകുന്ന് പറഞ്ഞ ഭാഗത്താണ്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെയും സ്ലാബിൻ്റെ തന്നെയാണ്. സ്ലാബ് കണ്ടില്ല, ഇത്തരത്തിലുള്ള സ്ലാബ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയും വാൾ കെട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഹൈറ്റിലേക്ക് വർക്ക് നടക്കും. എനിക്ക് തോന്നുന്നത് ഈ സ്ലാബ് ഉപയോഗിച്ചാകുമ്പോൾ പെട്ടെന്ന് വർക്ക് നടക്കും ചെയ്യും, കാണാൻ കുറച്ചും കൂടെ ഭംഗിയും തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, പലർക്കും പല അഭിപ്രായകരം, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ സർവീസ് റോഡിനുള്ള വർക്ക് നടക്കുന്നത് കാണാം. അതേപോലെ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സ്ലാബ് വാർക്കാനുള്ള പണിയാണ് നടക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഇത് അത്യാവശ്യം വലിയ ഒരു അണ്ടർപാസ്സാണ്. ഇതൊരു ചെറിയ ജംഗ്ഷനാണെങ്കിലും ഇത്രയും വലിയൊരു അണ്ടർപാസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയ ഒരു റോഡ് കാണാം. വളരെ ചെറിയൊരു പഞ്ചായത്ത് റോഡ്. ഇതിലും വീതി കൂടിയ റോഡുള്ള ഭാഗത്താണ് ഇപ്പോൾ രണ്ടത്താണിയിലൊക്കെ പ്രശ്നം നടക്കുന്നത്. അവിടെ ഇതുപോലെ ഒരു ചെറിയൊരു അണ്ടർപാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് ഇപ്പോഴും അനുവദിച്ച് കിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയുള്ള കേസും കാര്യങ്ങളൊക്കെ കോടതിയിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത്ര ചെറിയ ഭാഗത്ത് പോലും നല്ല അണ്ടർപാസൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്ക്. ഇവിടെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, പക്ഷേ പഴയ റോഡ് കൂടെ തന്നെയാണ് വണ്ടിയൊക്കെ പോകുന്നത്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ ഇപ്പം മെറ്റലൊക്കെ നിരത്തി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്ലാബിൻ്റെ ഒരു ഭംഗി ഉണ്ടല്ലേ, ഇത് അധികം പെട്ടെന്ന് തീരാവുന്നതാണ് ഇവിടുത്തെ ഈ വർക്കൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി നോക്കാം, അവിടുത്തെ വർക്കൊക്കെ എന്തൊക്കെയാണെന്ന് കാണാം. ഇതാണിപ്പോൾ ഇവിടുത്തെ ഈ ജംഗ്ഷന്. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് അകലോട് 5 കല്ല് പറഞ്ഞ ഭാഗത്താണ്. ഇവിടേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് കാഴ്ചതാണ്. ഇവിടെ നേരത്തെ കണ്ട പോലെയുള്ള സ്ലാബുകൾ ഇവിടെ റോട്ടിലിങ്ങനെ വെച്ച് കാണാം. ഇവിടെ റോഡിൻ്റെ പണി പകുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള വർക്കൊക്കെ അവിടെ നടക്കുന്നത് കാണാം. ഇവിടെ ബാരിക്കേഡിൻ്റെ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പോലില്ല. ഇവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് അങ്ങ് ടാറിങ് ചെയ്ത് വെച്ച് കാണാം. അതേപോലെ മുന്നിലൊരു അണ്ടർപാസ് വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ഈ ഭാഗത്തുള്ള കാഴ്ച. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇങ്ങനെ സെൻറ്ററിൽ ടാർ ചെയ്ത് വെച്ച് കാണാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതാണ് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, അതിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫില്ലറിൽ ഉള്ള അണ്ടർപാസ്സാണ്. ഒരു സൈഡിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ആളുകൾ, സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്താ പറയുക, ബസ്സിൽ കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബസ്സിൽ കയറണമെങ്കിൽ ഇതിലെ റോഡ് മുറിച്ച് കടക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രയാസപ്പെടുന്ന ആൾക്കാർ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. റോഡിൻ്റെ വർക്ക് വന്നതുകൊണ്ട് കൂടി പല ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകേണ്ട ആളുകൾക്ക്, അപ്പോൾ കടകളിലേക്ക് സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ പ്രയാസം ഉണ്ട്. വർക്ക് കഴിഞ്ഞാലും ഇനി എന്തായിരിക്കും എന്നറിയില്ല.
ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ചില ഭാഗത്തൊക്കെ 1 കിലോമീറ്റർ 1/2 കിലോമീറ്ററൊക്കെ കറങ്ങിയിട്ട് വേണം അവരാവശ്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്താൻ. ഇതാണിപ്പോൾ ഇവിടുത്തെ കാഴ്ച. ഇങ്ങനത്തെ ഒരു ഷീറ്റുണ്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഈ ഭാഗത്തുള്ള കാഴ്ച. സിമെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു ലോറിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇനി എന്താ മറ്റേതെന്താണെന്ന് നോക്കാം. ഇത് അകലോട് പറഞ്ഞ ഭാഗം തന്നെയാണ്. ഇവിടെ കുഴപ്പമില്ലാത്തൊരു അണ്ടർപാസ് തന്നെയാണ്. നമുക്ക് പോയി നോക്കാം മുന്നോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എടക്കയ്യൂർ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചയാണ് ഇത്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചങ്കാള, നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും. നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം. അപ്പോൾ പുതുതായിട്ട് വന്നവരുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ആണ് ഏറ്റവും വലുത്. നിങ്ങളെ സപ്പോർട്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ, ഇവിടുത്തെ വർക്കൊക്കെ നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇനി ഈ ഭാഗത്തുള്ള ഒരു സൈഡിലുള്ള ഫില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇനി നല്ല വർക്ക് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു ഫില്ലറുമേലുള്ള ഇവിടെ 3 ഫില്ലറില്ല, ഇവിടെ 2 ഫില്ലർ മാത്രമേ കാണുന്നുള്ളൂ. മറ്റുള്ള ഭാഗത്തൊക്കെ 3 ഫില്ലറിലാണ് വർക്ക് നടക്കുന്നത്. ഓരോ ഏരിയയിൽ ഓരോ മോഡലിലാണ്, ഓരോ സൈസിലാണ് ഓരോ വർക്കൊക്കെ നടക്കുന്നത്. പല അളവിൽ പല രീതിയിലൊക്കെയാണ്. കമ്പനി മാറുന്നതുകൊണ്ടായിരിക്കാം ഓരോ അളവിലുള്ള ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടുത്തെ വർക്ക് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്. ഇവിടെ റോഡ് പണി ആരംഭിച്ചിട്ടില്ല. ഇവിടെയൊക്കെ കാണുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു വിട്ടത് കാണാം നിങ്ങൾക്ക്. കുറേ സ്ലാബുകൾ നിരത്തി അവിടെ റോട്ടിൽ കിടക്കുക എന്നല്ലാതെ വർക്കൊന്നും വല്ലാതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. ഇവിടെ അങ്ങനെ റിസ്ക്കി ആയിട്ടുള്ള വർക്കൊന്നും എടുക്കാനുള്ളതില്ല. എന്നിട്ടും എന്താണെന്ന് അറിയില്ല, ഇവിടെ ഇങ്ങനെ സ്ലോബിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് പോവാം മുന്നോട്ട്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്, ഇവിടെ കുറച്ച് ഭാഗത്ത് ടാറിങ് ഒക്കെ ചെയ്ത് ഒരു സൈഡിൽ കൂടെ വണ്ടിയൊക്കെ വിടുന്നുണ്ട്. ഇപ്പുറത്ത് കണ്ടില്ലേ, ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ കാണാനുള്ള കാഴ്ച. ഇവിടെ സെൻറ്റർ ഭാഗത്തൊക്കെ ഇലക്ട്രിക് പോസ്റ്റ് ഒന്നും മാറ്റിയിട്ടില്ല, അതുപോലെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ അതാണ് കാണേണ്ട കാഴ്ച. ഇവിടെ ഒരു സൈഡിൽ വർക്ക് കഴിഞ്ഞതുകൊണ്ട് ആ സൈഡിലുള്ള വണ്ടികളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പുറത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ റോഡിൻ്റെ വർക്കാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അതുപോലെ ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഒന്നും മാറ്റിയിട്ടില്ല, ഒരുപാട് ഭാഗത്തുണ്ട്. ഇവിടെ അങ്ങനെ അധികം വീടുകൾക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. കാരണം ഇവിടെ നല്ല രീതിയിലുള്ള റോഡ് പണ്ടേ ഉള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും അങ്ങനെ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല തോന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.